യെസ്. രാവിലെ 10 മണിയായപ്പോൾ ഞങ്ങളിവിടെ ഏഷ്യൻ പെയിൻസിൻ്റെ കമ്പനി വന്നത്. അപ്പോൾ നോക്കിയിരിക്കുക കള്ള ഷിപ്പാണ്. ഇപ്പം സമയം 3:45, 4 മണി ആണ് മറ്റേ വണ്ടി ഇതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ കിടന്ന് ഉറക്കമായിരുന്നു. അണനിപ്പം തട്ടി ഉണർത്തി വീണ്ടും സ്റ്റിയറിങ്ങിൽ കിടന്ന് ഇപ്പം എന്താണ്ട് അവർ ഒന്ന് വിളിച്ചിട്ട് വണ്ടി പകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. പകത്ത് കയറ്റിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചിങ്ങ് ഇറങ്ങി വരും. കാരണം ഇനി ഇവിടെ നിന്ന് നോമ്പ് കുറിക്കാൻ ഇവിടെ നിന്ന് കടകളൊന്നും ഇല്ല, കണ്ടോ, ആകെ ഒരു ശൂന്യാവസ്ഥ. അപ്പോൾ ഇനി ഒരു 3-4 കിലോമീറ്റർ വെളിയിലോട്ട് നടക്കണം. ഷൂ ഇടാം. അത് കയറ്റാൻ പറഞ്ഞോ? അതോടെ കയറ്റാൻ പറഞ്ഞോ? ആ, നല്ല ഉറക്കം ഉറങ്ങിയില്ലേ നൈസായിട്ട്? എന്നാ കയറ്റിക്കോ. ഷൂ ഇടുന്നുണ്ടോ? ഷൂ ഇടുന്നുണ്ടോ? എന്നാ ഇട്ടു. നിൽക്കറൊന്നും പറ്റത്തില്ല. ഇല്ല നിൽക്കറൊന്നും പറ്റത്തില്ല. പാൻറ്റിടും. എനിക്ക് മുണ്ടും പറ്റത്തില്ല. ആ വണ്ടി അകത്തോട്ട് കയറി അതിൻ്റെ പുറമെ ഇതും കയറ്റിക്കോ. അവൻ ഫോൺ നമ്മൾ കൊടുക്കണമായിരിക്കില്ലേ? ഓക്കെ. നീ ഇതുവഴി തന്നെ കയറ്റിക്കോ. അതുവഴി പറ്റത്തില്ല. യെസ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം 3:45 അവർ ഞങ്ങളെ കമ്പനിക്കകത്തേക്ക് കയറ്റിയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങളെ കയറി. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കുറ്റി നമുക്കൊന്നും കയ്യിലില്ല. പിന്നെ വെള്ളവും ക്യാനും പിന്നെ കുപ്പിയും പാട്ടയും ബക്കറ്റും എല്ലാം അവിടെ സമർപ്പിച്ച് ഫോണ് സമർപ്പിച്ചിട്ട് വേണം അകത്തോട്ട് കയറിപ്പോകാൻ. പിന്നെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ബൂട്ട് വരെ തരും. ആ ബൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് അകത്ത് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ഫാസ്റ്റിങ് നോമ്പാ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, വെളിയിൽ പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളെ പുറത്ത് ആക്കിയിട്ടുണ്ട്. തിരിച്ച് കയറ്റൊന്നും കയറത്തില്ല. ഇനിയിപ്പോൾ നാളെ അല്ലാത്ത ദിവസമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് കടകളെ, പക്ഷേ അത് ഭയങ്കര കോസ്റ്റ് അതൊക്കെ. ഇന്ന് കമ്പനി ഇല്ല, ഞായറാഴ്ച, നാളത്തേക്കേ ഉള്ളൂ. ഇനിയിപ്പം പുറത്തേക്ക് പോകണം. ഇവിടെ നിന്ന് ഇനി 2 കിലോമീറ്റർ നടന്നാൽ ഹൈവേയിലോട്ടെത്തും. ഹൈവേയിൽ അവിടെ എവിടെയെങ്കിലും കട കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിക്കണം. കാരണം ഇവിടെ ഒന്നും കടയില്ല, കണ്ടോ. ഇവിടെ നിന്ന് ഇനി 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹൈവേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കട കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് നടന്നു വന്നിട്ട് കൂട്ടിനകത്ത് കയറണം. അപ്പോൾ നമുക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് വേണം കയറാൻ. പിന്നെ വൈകിട്ട് കൈയും കാലും പിടിച്ച് അവരുടെ തിന്നാലും സാരമില്ല, വൈകിട്ട് കൈയും കാലും പിടിച്ച് ഫോൺ എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം വൈകിട്ട് 7 മണിക്ക് കളിയുണ്ട്, ക്രിക്കറ്റ്, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക. അപ്പം സൂപ്പർ മാച്ച്. പുള്ളി 100 പറക്കുന്നത്. അപ്പോൾ കളിയൊന്ന് பார்ക്കണം. എങ്ങനെയും കൈയും കാലും പിടിച്ച് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓട്ടോ മരുഭൂമി ഹെയ് ഹൊയ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാറോ? കേൾക്കേണ്ടവരെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തിരുവനന്തപുരത്ത് തോന്നുന്നു അണ്ണൻ പറയാ അതുപോലെ അവിടെ ബാറുണ്ടെന്ന്. ബാക്കി വിഴുങ്ങി. നിങ്ങളെ ഇങ്ങനെ 2 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരച്ച വരെ തീർത്തു. ഇങ്ങനെ സൽപുത്രനാക്കും ഞങ്ങള്, ഇങ്ങനെ സാത്തിയാക്കും. നോമ്പാ 4 മണി. ഇപ്പം 4 മണി കഴിഞ്ഞ് 5, 6, 6:30. 2.5 മണിക്കൂർ. ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ എന്തായാലും 1 മണിക്കൂർ പോകും. സംഭവം എന്താ അറിയോ?
നമ്മളിനി പുള്ളിയെ അവരെ വിളിച്ചിട്ട് എന്താ ആ നമ്പർ വിളിച്ചിട്ടേ കോൺടാക്ട് നമ്പറെ വിളിച്ചിട്ട് നമ്മളിനി ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വായും തുറന്നിരിക്കത്തേ ഉള്ളൂ. എന്തോ പറയുന്നതൊന്നും അറിയത്തില്ല. പിന്നെ ലാസ്റ്റ് ഉണക്ക ചപ്പാത്തിയും വരും. ആകെ അറിയാവുന്നത് അണ്ടാബുർജി, ആകെ അറിയാവുന്ന ഡാലും അണ്ടാബുർജിയും റൊട്ടിയും. പയ്യ മടുത്ത്. ഇതാകുമ്പോ ഒന്നുമില്ലെങ്കില് നോക്കിയെങ്കിലും തൊട്ടെങ്കിലും കാണിച്ച് സെലക്ട് ചെയ്ത് മേടിക്കാമല്ലോ. അയ്യോ, ഒരു മണിക്കൂർ കൊണ്ട് നടക്കുക. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അയ്യോ, എന്നെ കഴിയില്ല. ഞാൻ അന്നേരെ പറഞ്ഞു ഇങ്ങനെ അടുത്ത് പോണ്ടാന്ന്. വൈകിട്ട് ഞാൻ പറഞ്ഞ നീയൊക്കെ നിർത്താവുന്നത് എന്റെ കൂറ്റോ? നിനക്ക് ഏതെങ്കിലും ഒരു കട നിർത്തി കൂടെ പറഞ്ഞ വഴിക്ക് നിർത്തിയല്ലോ. എത്ര വട്ടം വിളിച്ച് എന്നെ വിളിക്കണ എന്നെ വിളിക്കണ എന്തിനാ? നിങ്ങൾക്ക് വാങ്ങിച്ചൂടായിരുന്നോ? ഞങ്ങൾ വാങ്ങിയാൻ പോവാ. അപ്പൊ നിങ്ങൾ ഇഷ്ടം അറിയണ്ടേ? ഓ, നമ്മള് വല്ല മാറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കാതിരിക്കും. പിന്നെ നമുക്ക് വിഷമമാണ്. ഇവിടെ എന്തും പോകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എന്തും പോകും. അതെ പറയണ്ടേ? യെസ്, ഇതൊക്കെ ഓരോ കമ്പനി വന്നുകൊണ്ടിരിക്കുക. ഹൈവേ എത്തി. ഇപ്പം സമയം എത്ര? ഇപ്പം സമയം 5 മണി. 3/4 മണിക്കൂർ 45 മിനിറ്റ് ഞങ്ങളിപ്പോൾ നടന്നു. 50 മിനിറ്റ് 45 മിനിറ്റ് ഞങ്ങളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം 4:57, 5 മണിയായി. ഹൈവേ എത്തി. അയ്യോ, ഇങ്ങോട്ട് പോകാനാ? കടയൊന്നും ഇല്ലല്ലോ പ്രശ്നം. അങ്ങോട്ടോ? അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? കേരള വണ്ടി വന്നാ അങ്ങോട്ട് പോവാം. കടയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും? കടയില്ലല്ലോ. നമ്മളന്ന് വണ്ടി എടുത്ത് കറങ്ങി. അതിവിടെ വലിയ ദൂരം ഉണ്ടോ? ഇല്ലല്ലോ, വലിയ ദൂരമില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് 4 കിലോമീറ്റർ. നമുക്ക് അപ്പുറത്ത് നിന്നിട്ടായാലും വണ്ടി കൈ കാണിച്ചാലോ? അവിടെ എന്തോ മാർക്കറ്റോ? ഇല്ല, അവിടെ ഓട്ടോ എടാ വിസിലടിട്ടാ. അതിന് ഫുൾ ആളാ. അതല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അന്ന് പോയ ആ പമ്പിന്റെ അവിടെ കടകളൊക്കെ കാണത്തില്ലേ? ആണോ? ഈ പറഞ്ഞ കണ്ടാലോ? അതെവിടാ? എത്ര കിലോമീറ്റർ ഉണ്ട്? ആണോ? വണ്ടി കൈ കാണിക്കണം അല്ലേ? ഓക്കെ. അയ്യോ, എന്നാ മരുഭൂമിയോ? ആ, കൈ കാണിച്ചേ. നിർത്തിടാ. ഏ ये कर फायदा ही नहीं ना। अपन रनिंग करेंगे, रनिंग से आगे जाएंगे, रुकेंगे तो अच्छा है। कौन नहीं है? कौन नहीं है? सुबह में इधर ब्लॉक है, गाड़ी अपसाइड है। एक्सीडेंट है ना? हाँ, एक्सीडेंट कहाँ? इधर ഇവിടെ അല്ലേ? ഈ പോണോ?
അത് കണ്ട നമ്മള് ഇറങ്ങിട്ടോ ഉണ്ടല്ലോ ഇല്ല ഏത് അതാണോ മറ്റേ കണ്ടാള് എന്തോ എവിടെ കണ്ടോള 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 കണ്ടളയോ കണ്ടോള കണ്ടോള കണ്ടാള കണ്ടോള ഞാൻ നീ അറിഞ്ഞില്ല നീ പറയാം നീ വണ്ടി വിളിച്ചല്ലോ മാപ്പുറം പറ്റുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് പഠിച്ച് നോക്കിയപ്പോൾ ഒരു പള്ളിയുണ്ട് പിന്നെ പള്ളി നോക്കിയിട്ട് പോകാൻ മസ്ജിദ് നീർമേടി പള്ളിയില്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് ഏതെങ്കിലും കടയിലും കയറി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോവാം. മസ്ജിദ് നീർമേടി എവിടെയാടാ നീ പറയുന്നു ഈ വീട് തന്നെ ആണോടാ? യെസ് இந்த വഴിയേ പോയി സമയം 5:20 കൊണ്ടുപോവാ. അവസാനം ഞങ്ങൾക്കൊരു തൊപ്പിയൊക്കെ കിട്ടി. ആ തൊപ്പിയുടെ പുറകിൽ ഞങ്ങൾ ഫോളോ ചെയ്ത് പോവാ. ആ ആ ആ ആ ആ ആ ആ ഇവിടെ ഫയറിനുണ്ടോ എന്താ അവഞ്ചറ ആ സംഭവം ഫയർ ബൈക്ക് ഇതാണ് പള്ളി. പുള്ളി ഇറങ്ങി വാ പുള്ളി കയറും യെസ്. ഇപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇതാ വണ്ടി കണ്ട അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് അലോഡല്ല. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ലുക്കിനെ കാണാം. യെസ്. സമയം 5:15 5:30 അതാണ് ഇതാ കമ്പനി. വൈകിട്ട് രാവിലെ ലോഡ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലോഡ് കയറിയതാണ്. അപ്പം ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് കയറാൻ പറ്റും. പക്ഷേ എൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മുമ്പ് ഞാൻ കാണിച്ചില്ലേ ഒരു റെസ്റ്റോറൻറ്റ് റൂം. അപ്പോൾ അതിനകത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു റൂം അതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു കസേര കാര്യങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പരിപാടി പിന്നെ ടോയ്ലറ്റ് അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വണ്ടി അവിടെ കിടപ്പുണ്ട് കണ്ടോ ബോർഡ് കണ്ടോ. വണ്ടി പോയി ഇപ്പോൾ ഇറങ്ങി വരും. എന്താ പറയാൻ വന്നേ, ലോഡ് ഇറക്കുന്നിടത്തേക്ക് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. വണ്ടി ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അവനായത് പോയത്. ഞാനാണെങ്കിൽ ഇവിടെ അകത്ത് റെസ്റ്റ് ചെയ്യുന്ന കൂടെ വരുന്ന ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അകത്ത് റൂമുണ്ട്, ടോയ്ലറ്റും സൗകര്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിനകത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. മറ്റേ വണ്ടി ഇവിടെ എങ്ങാണ്ടുണ്ട്. ആ അങ്ങോട്ട് മറ്റേ ജന്നത്ത് കിടക്കുന്നു. പിന്നെ ഇന്നലെ നൈറ്റ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി ഇതിനകത്ത് കയറ്റി. വൈകുന്നേരം ഇതിനകത്ത് കയറ്റി ഞങ്ങൾ എന്നിട്ട് പുറത്ത് ടൗണിൽ പോയി ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി നോമ്പൊക്കെ മുറിച്ചു ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നു. നേരെ ഇതിനകത്ത് കയറി വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ റെസ്റ്റ് റൂമിൽ കയറി ലുക്ക് വണ്ടിക്ക് അതുകൊണ്ട് രാവിലെ പോയതാണ്. ഇപ്പോഴാണ് കാണുന്നത്, കണ്ടപ്പോഴാണ് പുറത്ത് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ഒന്നും റെഡി ആയിട്ടില്ല. കാരണം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത ലോഡൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അടുത്ത ലോഡ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് അടുത്ത നമ്മൾ ഷെഡിലോട്ട് പോവാം. ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ മഴയൊന്നുമില്ല, പക്ഷേ ഒരു മൂടാപ്പുണ്ട്. മഴ ഇതുവരെയും പെയ്തില്ല. പക്ഷേ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആകെ ശോകമാവും. ഈ പൊടി കണ്ടോ, ഇവിടെ നല്ല പൊടിയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ വെയിലായിട്ട് ഇരിക്കുന്നത് നല്ലത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അളഞ്ഞൊരു പരുവാവും. അയ്യോ പൊടി മുറപ്പിച്ച് വരും. യെസ്, ചാടി ഇറങ്ങിയോ. എൻ്റെ അമ്മോ, വണ്ടിയിലേക്ക് മണിയൊന്ന് പശുവിനെ കെട്ടിട്ട് പോയി.
പശുവിനെ കയറ്റിയാ? എന്താ പറ്റി? ചാണകോ? ആ, ചാണകമൊന്നും ഇല്ല. വാ, എവിടെ ഉണ്ടാക്കാനാ? അവിടെ ഭയങ്കര പൊടിയല്ലടാ അതിനകത്ത്. ഇവിടെ ഭയങ്കര പൊടി പറക്കില്ല, ഇമാര് കയറി വിളിക്കത്തില്ലേ? എന്ത് അങ്ങനെ ആണോ? എന്നാ ഓക്കെ. ആർ യു റെഡി ഫോർ ദ തെറിവിളി? എങ്ങോട്ടോ? പക്ഷേ ഇങ്ങോട്ട് എടുക്കണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് പിടിച്ചാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് ഇടാതെ വണ്ടിയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇത് തിരിക്ക്. അങ്ങോട്ട് നീക്ക്. ഇങ്ങോട്ട് കാമത്ത്. ഇങ്ങോട്ട് തിരിക്കട്ടെ. ഇങ്ങോട്ടാ കാമത്താം. അയ്യോ, ആവാ. മൊത്തം കൊടുക്കാം. പക്ഷേ ഈ പാൻറ് വീണ്ടും ഈ പാൻറ് നല്ല ആയല്ലോടാ. പൂത്തോടാന്നോ? കൈ രോമം ഇല്ല. എന്താ പറ്റി? അറിയത്തില്ല. എന്താ? ആ ചില്ലറ അസുഖമല്ലല്ലോ. കഴിഞ്ഞിട്ടോ ഞാൻ പിടിച്ചപ്പോൾ ചേർത്തടിച്ചേ. എനിക്കറിയത്തില്ല നിൻ്റെ ഓരോരോ അസുഖങ്ങൾ. ഇത്ര ആക്കിയാൽ മതിയോ? എന്നാൽ ഇതൊന്ന് പിടിച്ചെന്ന് അങ്ങോട്ട് വെക്കാം. അത് വേണോ? അത് വേണ്ടല്ലോ. എന്നാ നമ്മളിപ്പോൾ ആ ചെരുപ്പിൻ്റെ എടുത്ത് ബൂട്ടിൻ്റെ ഇപ്പോൾ എടുത്ത് അങ്ങ് എടുക്ക്. അത് എടുക്കണ്ട, ബാക്കി എടുക്കണ്ട. വേണ്ട, പൊടിയാ, ഭയങ്കര പൊടിയാ. എന്താ ഇങ്ങോട്ട് കയറിക്കേ. ഹായ് ഫ്ലൈൻ. എന്തുവാ? അതിൻ്റെ അടിയിലോട്ടങ്ങ് കയറ്റി. അതല്ല അവിടെ കിടക്കട്ടോ. അത് അകത്ത് കയറുമ്പോ മുകളിലിട്ടാ പോലെ. അത് കയറി ഇടാൻ പോകുന്നു. ഉണ്ടായിരുന്ന പോലെ. നേരത്തെ പറയില്ലേ?
അടുത്ത ട്രിപ്പ് ഒറ്റയ്ക്ക് വരുള്ളൂ. അടുത്ത ട്രിപ്പ് നീ എന്നെ കൊണ്ടാ ഒറ്റയ്ക്ക് വരുള്ളൂ. ആദ്യം സ്വന്തമായിട്ടാ കാണിച്ചേ, പിന്നെ ആ വേറെ എൻ്റെ നേരെ ചൂണ്ടിന്നേ ഉള്ളു. കൈത് പോയി. ചെയ് ചെയ് ചെയ്. ഹൈറ്റ് ഇല്ലല്ലേ? പക്ഷെ ആ ലൈലാൻഡ് വെച്ച് നോക്കുമ്പോഴേ ലൈലാൻഡ് ഞാൻ പൊക്കി കൊടുത്താൽ പോലും പറ്റത്തില്ല. നല്ല ഹൈറ്റാണ് അത്. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, കറക്റ്റ് നമ്മുടെ അത്രയും തോളിൻ്റെ അത്രയേ ഉള്ളൂ. ഹംബംബോ അയ്യോ നടു ഓടിഞ്ഞു. അയ്യോ അയ്യോ പൊടി 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 പൊടി. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരൻ മാലയിട്ട് വന്നു, ശബരിമല കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ്. ചുമ്മാ പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന മാലയൊന്നുമല്ല, അവിടെ നിന്ന് മേടിച്ചിട്ടതാ. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ല, കിടക്കട്ടെന്ന്. ശേ ഭയങ്കര പൊടിയാ. അതാകെ ഒരിത് അടച്ചോ ബാഗ്. കഴിഞ്ഞോണോ? വാ കൈ കഴിട്ട് അവൽ മിൽക്ക് കുടിക്കാം. ഞാൻ കൈ കഴി. എവിടുന്ന്? ആ ഇല്ല അവിടെ ഇരിക്കൊണ്ടത്. എടാ അവിടുന്ന് വെള്ളം നമ്മൾ കുപ്പിക്കാതെ വെള്ളം ഇല്ലായിരുന്നല്ലേ? ക്യാന് എവിടുന്ന്? അവിടെ സമ്മതിക്കത്തില്ലായിരിക്കും. ആ അതിനകത്ത് ക്യാൻ കയറത്തില്ല. അത് എത്രയെന്ന് പറഞ്ഞു ഒഴിക്കും നീ ഒഴിക്കും. ഇതിപ്പോൾ കൈ കഴുകാൻ പോകാൻ അങ്ങോട്ട് അകത്തോട്ട് ചെയ്യാനോ? ഓ ഞാൻ ഇനി ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് വരണമല്ലോ. ഞാൻ ഇവിടുന്ന് കഴിക്കണം, കുഴപ്പമില്ല. ആ വെച്ചെങ്കിൽ ഒഴിച്ചു തരാമോ? എന്താ പക്കം ഞാൻ വരും. സുജലാ സുബലാ മലയജ ശീതള. ഇത് വെച്ചാണ് അപ്പൊ നീ മോളിൽ കയറുന്ന വീഡിയോ എടുത്തല്ലേ? ഞാൻ ആലോചിക്കും എന്ത് വെച്ച് വീഡിയോ എടുക്കണത്. ഓ തന്നെ എന്നിട്ട് ഇപ്പം മനസ്സിലായാ? എന്നിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഞാൻ കണ്ടത്. ആ ഓക്കെ താങ്ക്സ്. പൊക്കണോ? അതെന്താ പെയിൻറ്റിനോ? പൊക്കണോ? ഇപ്പോൾ പൊക്കണോ? അന്നേരത്തേക്ക് മതിയല്ലേ? എന്നാ ഏത് നോക്കാം? ഇതോ വെയിറ്റ് അല്ലേ? ആ അതിനും വലിയ സീനൊന്നുമില്ല. പക്ഷേ അവിടെ പഴയ വണ്ടിക്ക് എല്ലാം ഭയങ്കര കട്ടിയായിരുന്നു. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ലോഡായിട്ടുണ്ട്. ഇവിടുന്ന് 2 വണ്ടിക്ക് 2 ഇടത്തോട്ടാണ്. ഒന്ന് നിങ്ങൾക്ക് കോയമ്പത്തൂർ, ഇവിടെ ഈ വണ്ടിക്ക് മധുര. രണ്ടും ഇവിടുന്ന് തന്നെ ലോഡ്. പുള്ളി 6 ലോഡ് മേടിച്ചു മനസ്സിലായില്ലേ? എന്താ അത് പറയോ? പുള്ളിക്ക് കോയമ്പത്തൂർ വാടക കൂടുതൽ കിട്ടും മനസ്സിലായോ? പുള്ളി ഒരു വാടകയുണ്ട്. പുള്ളിയോട് പറഞ്ഞ
കോയമ്പത്തൂർ പോയി അവിടുന്ന് വാടകയുണ്ട്, അവിടുന്ന് തൃശ്ശൂരോട്ട് വാടക കിട്ടും. ചോദിക്കോ വേണൂടെ മോയിന് ഞാൻ വേണോന്ന് പറഞ്ഞ പെട്ട് സമാനം വേണ്ട കുഴപ്പമില്ല സത്യോ? അപ്പൊ ഞാൻ കാര്യം ചെയ്യിക്കട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂര്, ഇത് മധുര. അപ്പൊ നമുക്ക് എവിടെ നമ്മൾ തിരിയുന്നത് വണ്ടി? സേലം വരെ പോകും. സേലത്തൂന്ന് വേണ്ടിയതാവൂല്ലേ? സേലത്തൂന്ന് പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂര്? അത്രയും വരുന്നുണ്ട്. മധുരയ്ക്കോ? അത്രയും വരുന്നുണ്ടല്ലേ? അത് ശരി. എന്നിട്ട് പിന്നെ അവിടുന്ന് അടുത്ത ലോഡ് സെറ്റ് ചെയ്യണം അല്ലയോ? അപ്പൊ അന്നേരം അത് നോക്കാം. ഓക്കെ, കറങ്ങി തിരിഞ്ഞ് വീണ്ടും ട്രിവാൻഡ്രം വരണം. എന്നിട്ട് ഇത്തവണ ട്രിവാൻഡ്രത്തുനിന്ന് ജീൻസ് പാന്റ് അങ്ങോട്ടാ വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് ആണല്ലോ. എടാ നല്ല ക്വാളിറ്റി ഉള്ള ജീൻസാ. എത്ര ചേച്ചി? ബൈ थोड़ा दुकान वालों को माल आए ना, देखो 2-3 बंडल बचा लेते हैं घर से पानी के लिए। एक जीन्स कितना है भाई? 3,500 का मंडल है। 1500 भाई इंग्लिश कब बोलो? कितने रुपए? 1500 में दे दूँ। 1500 इंग्लिश क्या? 1500 कितने जीन्स? 5 जीन्स 1500. अरे यार इस तरह देखो। എടാ ലാഭം എന്നാലും സാരല്ല, മാഞ്ഞു പിടിക്കാൻ 1000 കിട്ടും. ഇറങ്ങി 1500. ആ भाई हां that is सही सर। 32 भाई देखो एक मिनट, सीधा करना, सीधा करो ऐसे। തിരിച്ചു നോക്കാൻ. ये देख रहे हो ना डेनियम, ये देखो अच्छे वाले भाई। 5 मिनट मैंने എടാ निकाल रखी अपने लिए। എടാ എങ്ങനെയായാലും നമ്മളവിടെ ഒന്നിന് മിനിമം ഒരു 800 രൂപ കൊടുക്കണം. हैं? हां मदुरई कोयम्बटूर 2 गाड़ी तो भाई 32 ലുക്കുമില്ല. എങ്ങനെയായാലും നമ്മളവിടെ എൻ്റെ 32. यार थोड़ा पीना खाना करना ड्राइवर आदमी भाई। തോടാ പിന്നെ ക്യാ പിന്നെ दारू पीता है अपने भाई, दारू? कंटेनर से माल ले जाते हैं। ദാരു എന്തോ കള്ളല്ലേ? दुकान वालों का माल ले कलने जाते पे हैं, तो 2-3 करें। मंडल बचा लेते हैं भाई। लाओ मैं दिखा दूं। मैं दिखा देता हूं, खोलो मत, मैं दिखा देता हूं। कौन सा देखना है तुम्हें? 32 हां 32 नीचे आओ ना फिर। नीचे आओ। നീച്ചാവോ താഴെ ഇറങ്ങാൻ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാം. 34 आएगा तुम्हें यार। 32 खोल लो तुम। എടാ കാണിച്ച് സംഭവം കാണിച്ച്. 34 आएगा तुम्हें। ക്വാളിറ്റി 34 आएगा। എങ്ങനെയായാലും ഒരു ജീൻസിന് 800 രൂപ വെച്ച് കൊടുക്കണം. പൊട്ടിച്ചോട്ടെ. ഒരു ജീൻസിന് എങ്ങനെയാലും 800 രൂപ കൊടുക്കണം. പക്ഷെ ഒന്ന് ആഞ്ഞു പിടിച്ചാലേ അവൻ 1000 വരും. हां ड्राइवर साहब हेलो। ഇറങ്ങി വരുന്നില്ല. ഡോർ തുറക്കും. टॉप व्यू अതാണ് टॉप व्यू. दो गाड़ी हां दो हां എന്ത് കാണിച്ച്? ആ ജീനി കാണിച്ച്. സ്ട്രെച്ച് ആണോ? अरे भाई स्ट्रेचर वाला है, ये देखो स्ट्रेच ये वाला है डेनियम। अरे ये रहा डेनियम। क्या फिल्म देख रहे हो, क्या देख रहे हो? ये साइड देगा ये 3,500-4 हजार रुपए का मंडर है। 400 समझ रहे ना? ഒന്നിന് എത്ര വെച്ചപ്പോ? 400 ഒന്നല്ല, ബണ്ടിൽ 5 5 ഉണ്ടല്ലേ? 20 രൂപ. 2, 4, 6, 8, 10 ഇവിടുത്തെ 250 300 വെച്ചാ 32 एक 34 दो मंडल ले लो। ഒരു ജീൻസിന് 300 രൂപ. അതാ പറഞ്ഞ എങ്ങനെയാലും ലാഭമല്ലേ? ലാഭമല്ലേ? 32. എടാ നിന്റെ സൈസ് 32 അല്ലേ? 34 അല്ലേ? എന്റെ സൈസ് 30 നിന്റെ 34. നിന്റെ കുണ്ടി വലിയ കുണ്ടി. 3000 ബേടാ ജാസ്തി പ്രൈസ് ബൈ. एक काम करो रुको देखो 2, 4, 5, 5 10 ജീൻസിന് 3000 രൂപ. ബേടാ देखो ബേടാ ഒന്നും അല്ല. 3,000 बोला ना। अब इसमें से
खत्म 2500 2000 രൂപ കിട്ടും रखो 2500 में അവിടെ കൊണ്ട് കൊടുത്താൽ തന്നെ 2500 दोनों मंडल കിട്ടുമോ ബായ് 2000 ना 2000 फाइनल 2000 ओके एक फिक्स काम करो 100 है 100 कितना है 100 राउंड अप 2000 राउंड अप भाई दो 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 पीस ओके फिक्स्ड 84 ഞാൻ എടുത്തു ഒരെണ്ണം എടുത്തു और सेट फुल हो ये कर देना എല്ലാരും क्या भाई 2000 എനിക്ക് 32 32 34 ये 32 32 एक मंडल तुम रख लेना हैं? इतने में क्या आ रहा कुछ नहीं आ रहा इतने में 800 रुपए में एक पैंट है 400 का एक मंडल है ये भाई और 32 है और 32 बंडल नहीं है गड्डी में पड़ा हुआ है गद्दा लेना आपको कौन सा 32 चलो इनका करो फिर मैं 32 का देता हूँ आपको इनका पेमेंट करो आप ऑनलाइन दोगे केस दोगे അതെത്രടാ അത് 30 ആണ് 30 ऑनलाइन केस അല്ല അല്ല 32 സൈസ് ഒന്ന് കാണിച്ചേ അല്ല അല്ല അത് പൊട്ടിച്ച ഒരെണ്ണം കാണിച്ചേ പൊടാ പൊടിച്ചത് എന്ത് പൊട്ടിച്ചു ഇല്ല പൊടിച്ചില്ല അല്ല ഇപ്പൊ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചേതാ അത് 4 എന്നാ 32 ഒന്ന് പൊട്ടിച്ചേ ഓപ്പൺ കരോ ഇതിലെ കൊടുക്കാൻ വേണ്ടിയാ ये 32 इनका है 32 ഓക്കെ 32 स्ट्रेचेबल है അല്ല നിങ്ങൾക്ക് വേസ്റ്റ് 32 സൈസ് 34ഓ 32 എടാ നിനക്കോ 32 സൈസ് ഒന്ന് നോക്കി അപ്പൊ എനിക്ക് വരത്തില്ല നോക്കണം പണി ചെറുതാ കൺഫേം ആ आप कहाँ के हो आप कहाँ के रहने वाले हो भाई जी 34 ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ എടുത്തുള്ളൂ അപ്പോൾ നമുക്ക് 2 32 എടുത്താൽ പിന്നെ എത്ര വരും മൊത്തത്തിൽ ബൈ 2000 രൂപ ഒരു 500 ഏ 3000 ആണോ ആ ഉണ്ട് പക്ഷെ നിന്റെ കൂടെ 32 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഒരെണ്ണം മേടിക്കാൻ ഇതിൽ വില്ലൻ നീയാ കഥാപാത്രം ഞങ്ങൾക്ക് കുഴപ്പമില്ല പണി ചെയ്യാം എന്താ പണി 2 5 10 അല്ലേ ഇത് 5 എണ്ണം 5 എണ്ണം ഇത് 5 10 എണ്ണം മിക്സ് ആക്കണം മിക്സ് ചെയ്ത് മേടിക്കേ മനസ്സിലായി മിക്സ് ആക്കണം മനസ്സിലായി ऑनलाइन दोगे केस दोगे बाय मेरा साइज 32 मेरा साइज 32 32 ये 34 ये 34 एक मंडल इनको दे दो 2 मंडल भाई 3 पीस है मिक्स डालो മിക്സ് ऐसे नहीं पता है മിക്സ് ചെയ്തില്ല नहीं मिक्सी मरते ने कणक കൂട്ടുന്നേ 40000 एक मंडल ना 4000 रुपए का है ये पूरा एक पैक पूरा और मैं आपको कितने में दे रहा हूँ दोनों मंडल 2300 रुपए में തേസല്ലോ 200 दोनों 2000 2 പാക്ക് 2000 അപ്പോൾ നമുക്ക് ക്യാമ്പ് അത് ബിഡ് ബൈ നോ ബൈ പിന്നെ चलो एक मिनट को ये लो അത് വേണ്ട ബൈ 1 മിനിറ്റ് ഓർ 32 എടാ ഓ നിങ്ങൾ ബൈ അത് രണ്ട് കൊടുക്കാമോ നിങ്ങൾ കണക്ക് വിട് അത് കൊടുക്കാന്ന് ഓർ एक എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ എത്ര കിतना और 32 ഓർ 32 हाँ। और 3 मंडल लेने हैं हाँ 3 बंडल कितने टोटल 2500 നീ കൊല്ലല്ലോടാ അതിന്റെ പറയാത് ഇത് പറയാ 3 मंडल 2500 अरे भाई कहाँ से हो जाएगा एक 3 बंडल ऑलरेडी नहीं एक मंडल का बोला है हाँ, वो ओके। जो बोला। ओके दिस फिनिश भाई 2 ही मंडल एक मंडल वो 30 है भाई मैं तुम्हारे पास 32 नहीं है 32 वो गड्डी में पड़ा होगा അത് 30 ആവും 32 മില്ലേ നീ അവിടെ ഇല്ലെന്ന് അവൻ 30 ഉള്ളൂ അയ്യോ 30 ഉള്ളല്ലേ 30 സൈസ് ആവോടാ എനിക്ക് छोटा भाई है कोई छोटा भाई नहीं चलो नहीं छोटा नहीं चलो इनका 200 दो मैं आपको एक और मंडल दे देता हूँ फिर 1000 में ठीक है ना ला के इनका मारो क्या भाई 3 बंडला 3 बंडल नहीं 2 बंडल आयरती 700 एक मंडल 3 रह गई है एक मंडल 1700 में दिया है അവൻ ഇടുന്ന 1500 ഇടുന്നതാണ് ആ മനസ്സിലായി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മേടിക്കുന്നില്ല നമുക്ക് എങ്ങനെയാലും ലാഭമാ भाई 3 बंडल लास्ट प्राइस बोलो 3000 2500 മൂവായിരം പറയുന്നത് ആണോ അത് അത് നമുക്ക് ഭയങ്കര ലാഭമാ भाई അത് ബടാ ജാസ്തി
तीन बंडल कितने रुपये? हाँ बोल तो दिया എടാ എടാ 2500 ഫൈനൽ 600. 2800 രൂപയ്ക്ക് 3. എൻ്റെ മുഞ്ഞു വാ 5 10 15 ജീൻസ് 2800 രൂപയ്ക്ക് 15 ജീൻസ് 2800 രൂപയ്ക്ക് കിട്ടി ലാസ്റ്റ്. അപ്പോൾ ഒരു ജീൻസിന് 156 രൂപയ്ക്ക് ഒരു ജീൻസ്. ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു നഷ്ടവുമില്ല. പിന്നെ വാ കീറി മേടിച്ചതില്ലേ, ഒരു കുഴപ്പമില്ല. 34 ഫുള്ള് നിനക്കാ. അയ്യോ നമ്മളാണ് ചപ്പാത്തി എടുക്കുന്നത്. ആ പൊന്നുമോനെ അത്യാവശ്യം എങ്ങനെയും കുണ്ടി വെക്കണം, എന്നിട്ട് ആ 34 എനിക്ക് മേടിക്കണം. അല്ല ഇവിടെ ലോഡ് അവർ എപ്പോഴത്തേക്ക് ഇന്നത്തേക്ക് കയറത്തില്ലല്ലോ. ഇന്ന് രാത്രി ലോഡ് കയറുമോ? ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി ലോഡ് കയറും. ബൈ അത് എനിക്ക് ഫുള്ള് ഹാഫ് എങ്ങനെ? ഇതാണ് ഹാഫ് ക്ലാസ്. ഫുൾ ഏത് ക്ലാസ്? അവൻ ഫുള്ള്. ഇവിടാണേ ഫണ്ടർ, ഇവിടാണേ പൈസ കൊടുക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ എനിക്ക് 2 വേണ്ട. ഇനി പൈസ നീ ആ പൈസ എടുത്തില്ല ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, താങ്ക് യു. നിന്നോ തണുപ്പ്. താങ്ക് യു. ഒരു ദിവസം ഫ്രീ ഉണ്ടോ? നമ്മൾ 5 ഇപ്പം സാധനം കൊള്ളാം, നൈസ്.